പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്നത് പിങ്ക് നിറത്തിലുള്ള ചെറി ബ്ലോസമാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ടോക്കിയോ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സ്കൈ ട്രീ കാണാനാണ്. അതിൽ കയറാനും അവിടെ നിന്ന് ടോക്കിയോ നഗരം മുഴുവൻ വീക്ഷിക്കാനുമാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ സ്കൈ ട്രീയുടെ മുകളിലെത്തി. ഈ ടോക്കിയോ സ്കൈ ട്രീ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ ടവറാണ്. ഇതിന് 634 മീറ്റർ ഉയരമുണ്ട്. ഈ സ്കൈ ട്രീയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ ടോക്കിയോ നഗരത്തിൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ കാണാം. തെളിഞ്ഞ കാലാവസ്ഥയിലുള്ള ദിവസങ്ങളിൽ ഫുജി പർവ്വതം പോലും ദൃശ്യമാകും. ടോക്കിയോ സ്കൈ ട്രീയിൽ 2 ഒബ്സർവേഷൻ ഡക്കുകളുണ്ട്. ഇതിൽ ഏറ്റവും മുകളിലത്തെ ഡക്കിനെ ടെമ്പോ ഗലേറിയ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ നിന്ന് ടോക്കിയോ നഗരത്തിൻ്റെ 360 ഡിഗ്രിയിലുള്ള അതിമനോഹരമായ കാഴ്ചകൾ കാണാം. കൂടാതെ ഇതിന് മുകളിൽ തന്നെ ഒരു കഫേയും റെസ്റ്റോറൻറ്റുമുണ്ട്. 2012 ഫെബ്രുവരി 29 ടോക്കിയോ സ്കൈ ട്രീ പണി പൂർത്തിയായത്. 2008 ഈ സ്കൈ ട്രീയുടെ നിർമ്മാണം ആരംഭിച്ചത്. ഇതിന് 29 നിലകളുണ്ട്. ഈ സ്കൈ ട്രീ നിർമ്മിച്ചത് ടോബു റെയിൽവേ എന്ന കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. ഈ സ്കൈ ട്രീയിൽ നിന്ന് നോക്കിയാൽ ടോക്കിയോയിലെ പ്രധാന നദിയായ സുമിത നദിയും അതിൻ്റെ പാലങ്ങളും മറ്റും കാണാം. ഈ കാണുന്നത് സുമിത നദിയാണ്. ഒരു വശത്ത് നിന്ന് നോക്കുമ്പോൾ ടോക്കിയോ ഡിസ്നിലാൻഡ്, ടോക്കിയോ ടവർ എന്നിവ നമുക്ക് കാണാം. എന്നാൽ അടുത്ത വശത്തുകൂടെ നോക്കുമ്പോൾ ടോക്കിയോയിലെ തന്നെ പ്രധാന ഷോപ്പിംഗ് കേന്ദ്രമായ ഗിൻസെയുടെയും തിരക്കേറിയ ഷിബുയ ക്രോസിംഗിൻ്റെയും കാഴ്ചകൾ കാണാവുന്നതാണ്. നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ ഏകദേശം 100 കിലോമീറ്റർ ദൂരം വരെ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് ഫുജി പർവ്വതം, ടോക്കിയോ നഗരം, ടോക്കിയോ ഉൾക്കടൽ, ചിലപ്പോൾ പസഫിക് സമുദ്രം വരെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഈ സ്കൈ ട്രീയിൽ കയറാനുള്ള ടിക്കറ്റ് നിരക്കുകൾ മുതിർന്നവർക്ക് 1800 മുതൽ 3000 yen വരെയാണ് റേറ്റ്. 12 വയസ്സ് മുതൽ 17 വയസ്സ് വരെ 2000 yen, 11 വയസ്സ് വരെ 1500 yen, 5 വയസ്സ് വരെ 900 yen, അതിനു താഴെയുള്ളവർക്ക് ഫ്രീയും ആണ് ഇവിടുത്തെ നിരക്കുകൾ. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരു ഗ്ലാസ് ബോട്ടമുണ്ട്. ഇതിലൂടെ നോക്കിയാൽ 634 മീറ്റർ താഴെയുള്ള നഗരം നമുക്ക് കാണാം. ഞങ്ങളിതെല്ലാം കണ്ട് തൃപ്തി അടഞ്ഞെങ്കിലും വീണ്ടും ഈ ടവറിനുള്ളിൽ കുറേ നേരം ചുറ്റി നടന്നു. ടവറെല്ലാം ചുറ്റി നടന്ന് കണ്ട ശേഷം ഞങ്ങൾ താഴെ ഇറങ്ങി നേരെ പോയത് ഇംപീരിയൽ പാലസ് കാണാനാണ്. ടോക്കിയോ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ ഉദ്യാനമാണ് ഇംപീരിയൽ പാലസ്. ഇത് ജപ്പാനിലെ ചക്രവർത്തിയുടെ ഔദ്യോഗിക വസതിയാണ്. കൊട്ടാരത്തിലെ പ്രധാന ഭാഗങ്ങളിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലെങ്കിലും ഈസ്റ്റ് ഗാർഡൻ എന്നറിയപ്പെടുന്ന കിഴക്കേ പൂന്തോട്ടം സന്ദർശകർക്കായി തുറന്നിട്ടിരിക്കുന്നു. 1868 ഏഡോ കാലത്താണ് ഇംപീരിയൽ പാലസ് പണി കഴിപ്പിച്ചത്. ഇതാണ് ഇംപീരിയൽ പാലസിൻ്റെ ഈസ്റ്റ് ഗാർഡൻ എന്നറിയപ്പെടുന്ന സ്ഥലം. ഈ ഗാർഡനിൽ നിറയെ പൈൻ മരങ്ങളാണ്. ഇഡോകാസിൽ നിന്നിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ ഗാർഡൻ ഉള്ളത്. ഇവിടം ടോക്കുഗാവ ഷോഗന്റെ
താമസ സ്ഥലമായിരുന്നു. ഞങ്ങൾ 1-2 പ്രധാന വീഥികൾ മുറിച്ച് കടന്നാണ് പാലസിലേക്ക് പോയത്. കൊട്ടാരവും പരിസര പ്രദേശങ്ങളും വളരെ ഭംഗിയുള്ളതും വൃത്തിയുള്ളതുമാണ്. ടോക്കിയോ ഇംപീരിയൽ പാലസ് നിർമ്മിച്ചത് എഡോ കാലഘട്ടത്തിൻ്റെ പ്രശസ്തരായ വാസ്തുശില്പികളാണ്. ഇതിൻ്റെ നിർമ്മാണത്തിന് ജാപ്പനീസ് കലയുടെയും വാസ്തുവിദ്യയുടെയും മനോഹരമായ മിശ്രണം കാണാൻ സാധിക്കുന്നതാണ്. പ്രധാന വീതിയിൽ നിന്നും കഷ്ടിച്ച് 1/2 കിലോമീറ്ററോളം നടന്നു വേണം പാലസിൻ്റെ മുന്നിലേക്ക് എത്തുവാൻ. ഇപ്പോൾ ഈ കൊട്ടാരത്തിൽ താമസിക്കുന്നത് നാരിഹിതോ എന്ന രാജാവാണ്. 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കുസുനോക്കി മസാഷിങ്കെ എന്ന ചക്രവർത്തിയുടെ പ്രതിമയാണിത്. ഇതാണ് കൊട്ടാരത്തിനു മുൻവശം. ഉള്ളിലേക്ക് ആർക്കും പ്രവേശനമില്ല. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ബെൽ ബട്ടൺ അമർത്തുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.